പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മളെല്ലാവരും ബോർഡ് എക്സാമിന്റെ തിരക്കിലാവും, അറിയാം. എന്നിരുന്നാൽ പോലും നമ്മൾ എല്ലാവരും CUT അപ്ലൈ ചെയ്തവരായിരിക്കും എന്ന് വിചാരിക്കുന്നു. CUT-യുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസും എങ്ങനെ നമുക്ക് ഇനിയുള്ള ദിവസങ്ങൾ കൊണ്ട് അത് പ്രിപ്പയർ ചെയ്ത് ക്രാക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിനാൽ സാർ, നമ്മുടെ കുട്ടികൾക്കുള്ള എല്ലാവർക്കും ഒരു ഡൗട്ടാണ്. നമ്മുടെ ഇനിയുള്ള ദിവസങ്ങൾ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. നമ്മളിപ്പോ എക്സാം ഒരു 28-നൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങനെ ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഡൗട്ട് കുറെ കുട്ടികൾക്കുണ്ട്. അതിനൊരു സൊല്യൂഷൻ എന്താണ് അവർക്ക് നമുക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാം? ഓക്കെ, അപ്പം CUT ഇപ്രാവശ്യം കുറേ കൂടി നേരത്തെ വന്ന ഒരു എക്സാം ആണ്. അപ്പം നീറ്റിനേക്കാളും അല്ലെങ്കിൽ മറ്റുള്ള പല എക്സാമുകളെക്കാളും നേരത്തെ CUT വന്നു. അപ്പൊ പൊതുവേ നമ്മളെ സ്റ്റുഡൻസിന് CUT എക്സാം കുറേം കൂടിയും അവയർഡ് ആയി. കാരണം മുന്നേ എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു +2 എക്സാമിന്റെ ടൈമിൽ അല്ലെങ്കിൽ എക്സാം കഴിയുന്ന ഒരു ടൈമിലൊക്കെയാണ് പൊതുവേ CUCET ഒക്കെ വന്നിരുന്നത്. CUCET ആവുന്ന സമയത്ത് സെൻട്രൽ യൂണിവേഴ്സിറ്റി എക്സാമുകളുടെ സമയത്ത്. പക്ഷെ ഇപ്പൊ എന്ന് പറയുമ്പോൾ CUT കുറച്ചുകൂടി നേരത്തെ വന്നതുകൊണ്ട് തന്നെ കുട്ടികൾ +2-ന്റെ ഒരു ടൈമിൽ തന്നെ അത് അപ്ലൈ ചെയ്യാനുള്ള ഒരു ശ്രമം അവർക്ക് പിന്നെ എടുക്കാൻ പറ്റി. മാത്രമല്ല, അവർ ഓൾമോസ്റ്റ് എല്ലാവരും ഒരുപാട് കുട്ടികൾ കഴിഞ്ഞ വർഷത്തേക്ക് അപേക്ഷിച്ച് ചിലപ്പോൾ ഒരുപാട് കുട്ടികൾ കേരളത്തിൽ തന്നെ ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഈ ഒരു +2 എക്സാം കഴിയുമ്പോൾ CUT-യുടെ ഫുൾ ടൈം പ്രിപ്പറേഷനിലേക്ക് പോവാന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർച്ച് ലാസ്റ്റിൽ, അതായത് ഒരു മാർച്ച് 28-ന് നമ്മളുടെ +2 എക്സാം എല്ലാ സബ്ജക്റ്റും കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആവും. ഓക്കെ, അപ്പൊ ഈ ഒരു +2 എക്സാം മാർച്ച് 28-ന് കഴിഞ്ഞാൽ അങ്ങോട്ട് പിന്നീട് നമ്മളെ മുന്നിൽ മെയ് 11-ാം തീയതിയാണ് ഇപ്പൊ നിലവിൽ CUT ഒഫീഷ്യലി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ മെയ് 11-ാം തീയതി ആണ് CUT എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു മാർച്ച് 28 മുതൽ മെയ് 11-ന്റെ ഇടയിൽ നമ്മളൊരു 40 ഡേയ്സ് ആണ് കാണുന്നത്. കറക്റ്റ് നമ്മൾ അക്യുറേറ്റ് ആയി നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ 43 ഡേയ്സ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതിനിടയിൽ നമുക്കൊരു 40 ഡേയ്സിന് സ്റ്റഡി പ്ലാനർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, വളരെ കുറച്ച് സമയമേ ഉള്ളൂ, പക്ഷെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാനും ഉണ്ട്. അതാണ്. യെസ്, അപ്പൊ ഇതിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഓൾറെഡി അപ്ലൈ ചെയ്ത ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി അപ്ലിക്കേഷനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ CUT-ന്റെ പ്രാധാന്യങ്ങളോ അതൊന്നും അധികം നമ്മൾ ഈ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നുണ്ടാവില്ല. കാരണം നമ്മൾ ഇപ്പൊ അപ്ലൈ ചെയ്ത ഒരു അപ്ലിക്കേഷൻ ഫോം നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാകും. ആ അപ്ലിക്കേഷൻ ഫോമില് നമ്മളിവിടെ കൊടുത്തിട്ടുള്ള ഈ 5 കാര്യങ്ങളില് നമ്മുടെ മനസ്സിലുള്ള 3-4 കാര്യങ്ങൾ ഇവിടെ താഴെ ഉണ്ട്. പക്ഷെ ഏറ്റവും പ്രധാനം നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്ന ഒന്നാമത്തെ സബ്ജക്റ്റ് ആണ് നമ്മൾ CUT-യിലെ അപ്ലിക്കേഷൻ ഫോമിൽ സബ്ജക്ട് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ്, കൂടുതൽ കുട്ടികളും ഇംഗ്ലീഷും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും കൊടുത്തിട്ടുണ്ടാവും. അതെ, പിന്നെ ഡൊമൈനിലായിരിക്കും കുറെ മാറ്റങ്ങൾ ഉണ്ടാവുക. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ +2 സ്റ്റുഡൻസും കൊടുത്തിട്ടുണ്ടാവുക ഇംഗ്ലീഷും GAT ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്ന പേപ്പറാണ്. അത് സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, അതല്ല മറ്റുള്ള വൊക്കേഷണൽ കോഴ്സുകൾ ഒക്കെ പഠിക്കുന്ന സ്റ്റുഡൻസും ഈ പറഞ്ഞ ഇംഗ്ലീഷും അതേപോലെ തന്നെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ആണ് കൊടുത്തിട്ടുണ്ടാവുക. കുട്ടികൾക്ക് കൂടുതൽ ആളുകൾക്കും ഡൗട്ട് അതിൽ തന്നെയാണ്, എങ്ങനെയാണ് ഇംഗ്ലീഷ് വരിക, അതുപോലെ GAT-യിൽ എങ്ങനെയൊക്കെയാണ് വരിക എന്നുള്ളതാണ് കൂടുതൽ കുട്ടികൾക്കും ഡൗട്ട് ഉണ്ടാവുക. അപ്പൊ നമ്മള് ഇംഗ്ലീഷും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് പുറമെ പിന്നീട് നമുക്ക് മാക്സിമം കൊടുക്കാൻ പറ്റുന്ന 3 ഡൊമൈൻ സബ്ജക്റ്റ് ആണ്. 3 ഡൊമൈനാണ്. 3 ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ +2-ൽ പഠിക്കുന്ന കോർ ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ്. അത് ഓരോ കോഴ്സ് അനുസരിച്ച് വ്യത്യാസമുണ്ട്. ഹ്യൂമാനിറ്റീസുകാർ അവരുടെ സബ്ജക്ട്സ് ആയിരിക്കും, കൊമേഴ്സുകാർ അവരുടേതും, സയൻസുകാർ അവരുടെ PCBM എന്നൊക്കെ ആയിരിക്കും സെലക്ഷൻ വന്നിട്ടുണ്ടാവുക. അത് നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റിക്ക് അനുസരിച്ചും വ്യത്യസ്തമായിരിക്കും. നിങ്ങൾ ഏതാണോ പേപ്പർ കൊടുത്തിട്ടുള്ളത് അത് ഓരോ യൂണിവേഴ്സിറ്റിക്ക് അനുസരിച്ച് നമുക്ക് വ്യത്യസ്ത രീതിയിലായിരിക്കും ഓരോ ഡൊമൈൻ പേപ്പറുകളും ഉണ്ടായിരിക്കാം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ഒരു സബ്ജക്റ്റുകൾ കൊടുത്തതിൽ നിന്ന് ഇംഗ്ലീഷ്, GAT ഈ സബ്ജക്റ്റുകൾ വെച്ചിട്ട് തന്നെ ചിലപ്പോൾ നമുക്ക് CUT-യിലെ പല കോഴ്സുകൾക്കും പല യൂണിവേഴ്സിറ്റിയിലും അഡ്മിഷൻ കിട്ടും. ഇത് പല സ്റ്റുഡൻസിനും അറിയില്ല. വേറൊരു കാര്യം, സയൻസുകാർക്ക് ചിലപ്പം ചില കോഴ്സുകൾക്ക് അവരുടെ സയൻസ് സബ്ജക്ട്, ഡൊമൈൻ സബ്ജക്ട് മതിയാവും. അതല്ലെങ്കിൽ ഇംഗ്ലീഷും കൂടെ അതിന്റെ കൂട്ടത്തിൽ മതിയാവും. GAT പേപ്പർ ചിലപ്പോൾ ആവശ്യം ഉണ്ടാവില്ല. അപ്പൊ BSc ഫിസിക്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ, മാത്സ് എടുക്കുകയാണെങ്കിലൊക്കെ ചിലപ്പോൾ GAT എന്ന് പറയുന്ന സബ്ജക്ട് ആവശ്യം ഉണ്ടാവില്ല.
പക്ഷെ അവരതിന്റെ കൂട്ടത്തിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള പല കൺഫ്യൂഷൻസും സ്റ്റുഡൻസിന്റെ ഭാഗത്തുണ്ട്. അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ എൻക്വയറീസും അല്ലെങ്കിൽ കുട്ടികളുടെ ഡൗട്ട്സും പ്രത്യേകിച്ച് ഇപ്പൊ ഒരു ജാനുവരി ഫെബ്രുവരിയിലൊക്കെ നമ്മൾ ത്രൂ ഔട്ട് ഒരുപാട് കുട്ടികളുടെ കോളും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പൊ ഇവരുടെയൊക്കെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് അപ്ലൈ ചെയ്തിട്ടുണ്ട് സാർ, സബ്ജക്റ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതുകൊണ്ട് എന്താണ് നമ്മളുടെ ബാക്കി കാര്യങ്ങൾ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ്: നമ്മുടെ കോഴ്സ്, നമ്മുടെ യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ആ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്ര മാർക്കാണ് വേണ്ടി വന്നത്, ഓക്കെ, അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റുകൾ, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷേ ടെക്നിക്കലി നമ്മൾ ചെയ്തത് സബ്ജക്റ്റിന്റെ വിഷയമാണ്. അപ്പൊ ഈ സബ്ജക്റ്റുകൾ വെച്ച് ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, ആദ്യം നിങ്ങൾ ഈ പ്രിപ്പറേഷനിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യം ചെയ്യേണ്ട കാര്യം, നമ്മുടെ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്, ആ സബ്ജക്റ്റുകൾ നമ്മൾ കൊടുത്തതിനകത്ത് നമുക്കൊരു പ്രിഫറൻസ്, ഒരു പ്രയോറിറ്റി ഒന്നും കൂടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇംഗ്ലീഷ് GAT ഇത് ഒരു ഫസ്റ്റ് സെറ്റ് ഓഫ് പ്രിഫറൻസ് ആക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ വെക്കാം. എന്നിട്ട് ഡൊമെയിൻ എന്ന് പറഞ്ഞ ഒരു സെക്കൻഡ് സെറ്റ് ഓഫ് പ്രിഫറൻസ് ആക്കിയിട്ട് നമുക്ക് വെക്കാം. ഓക്കെ, എന്നിട്ട് ഇപ്പൊ ഹ്യൂമാനിറ്റീസുകാരൊക്കെ സംബന്ധിച്ച് ഞാൻ പറയാണ്, ധൈര്യമായി നമുക്ക് പറയാൻ പറ്റും സെറ്റ് 1 തന്നെ നമ്മൾ നന്നായിട്ട് ഫോക്കസ് ചെയ്താല്, അപ്പൊ ഹിസ്റ്ററി ആണെങ്കിൽ എക്കണോമിക്സ്, പൊളിറ്റിക്സ്, ജോഗ്രഫി, സോഷ്യോളജി, സൈക്കോളജി, അപ്പൊ അങ്ങനെയുള്ള അല്ലെങ്കിൽ ലാംഗ്വേജ് കോഴ്സസ്, ഇപ്പൊ ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിക്, ഇപ്പൊ നമ്മൾ ഇഫ്ലു ഒക്കെ പറയുകയാണെങ്കിൽ അവിടെ അറബിക് എടുക്കാൻ അല്ലെങ്കിൽ ഫ്രഞ്ച് എടുക്കാൻ, ജാപ്പനീസ് ഒക്കെ പോലത്തെ ഫോറിൻ ലാംഗ്വേജസ് എടുക്കാൻ നമുക്ക് സെറ്റ് 1 മതി. സെറ്റ് 1 മതി. ഇനി ഡൊമെയിൻ സബ്ജക്റ്റിന്റെ ഒരു കാര്യം കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യാം. ഡൊമെയിൻ സബ്ജക്റ്റുകൾ നമ്മൾ നോക്കുമ്പോൾ നമുക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഈ ഡൊമെയിൻ സബ്ജക്റ്റുകൾ ഇപ്പൊ നമ്മൾ +2 എക്സാം എഴുതുന്ന ആളുകളാണ്. നമ്മൾ ഇപ്പൊ +2 ഏതാണോ പഠിക്കുന്ന സിലബസ് ഏതാണോ അതിൽ നിന്ന് തന്നെ ആയിരിക്കും നമ്മുടെ CUTക്ക് ഉള്ള സിലബസും വരുന്നത്. അപ്പൊ നമുക്ക് സിലബസും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കാണിച്ചു തരും, എങ്ങനെയാണ് ഓരോ സബ്ജക്റ്റുകളുടെ സിലബസ് എടുക്കുക. അപ്പൊ അതൊരു അഡ്വാൻറ്റേജ് ആണ്. നമ്മളിപ്പോ പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് +2 എന്താണോ പഠിക്കുന്നത് അതേ ടോപ്പിക്കുകളുള്ള സിലബസ് തന്നെയാണ് നമ്മുടെ CUTക്കും വരുന്നത് എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് നമുക്ക് അവിടെ ഉണ്ട്. സാർ ഒരു കാര്യം പറയാം, അതായത് ഡൊമെയിൻ സബ്ജക്റ്റിന്റെ ഒരു കാര്യം സെറ്റ് 2 ഞാൻ കിട്ടാനുള്ള കാര്യം, സെറ്റ് 1 പല കുട്ടികളും പറയാം ഡൊമെയിൻ സബ്ജക്റ്റിലാണ് കുറച്ചുകൂടി കോൺഫിഡൻസ്. കാരണം അവര് ഈ പറഞ്ഞ +2 എക്സാമിന്, ബോർഡ് എക്സാമിനൊക്കെ ഏകദേശം തല കുത്തി മറിഞ്ഞിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഡൊമെയിൻ സബ്ജക്റ്റ് ആണ്. പക്ഷേ ഡൊമെയിൻ സബ്ജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് യൂണിവേഴ്സിറ്റികൾക്കാണ് ആവശ്യമുള്ളത്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ അലഹബാദ് യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, അപ്പൊ അങ്ങനെയൊക്കെയുള്ള യൂണിവേഴ്സിറ്റികൾക്കാണ് ഡൊമെയിൻ സബ്ജക്ട് കൂടുതൽ ആവശ്യം. ഇത് നമ്മൾ സയൻസിന്റെ കേസ് പറയുകയാണെങ്കിൽ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ഒക്കെ നമുക്ക് ഇതിലുണ്ട്. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഒക്കെ നമ്മളുടെ ഈ ഒരു സെറ്റ് 2 ഇടാം. അപ്പൊ നമ്മൾ ആദ്യം കോഴ്സ് ഏതാന്നുള്ളത് കൃത്യമായിട്ട് ഫൈനൽ ചെയ്യണം. രണ്ടാമത്തെ കാര്യം, ഈ കോഴ്സ് അവൈലബിൾ ആയ യൂണിവേഴ്സിറ്റീസ് എന്താന്നുള്ളതും കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് സെറ്റ് 1 സെറ്റ് 2 പ്രിഫറൻസ് കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കുക. കാരണം നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ മുന്നിൽ ആകെ ഒരു 43 ഡേയ്സേ ഉള്ളൂ. അപ്പൊ ഈ 43 ഡേയ്സ് കൊണ്ട് നമുക്ക് 5 സബ്ജക്റ്റും പഠിക്കാൻ പറ്റുമോ? ഓക്കെ, അത് പേഴ്സണലൈസ് ആണ്. ഇപ്പൊ ഞാനും സാറും കൂടിയിട്ടാണ് നോക്കുന്നത്. നമ്മൾ രണ്ടുപേരും അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു 5 സബ്ജക്ട് ഉണ്ട്. അപ്പൊ എനിക്കിപ്പോ തോന്നുകയാണ് എന്റെ കോഴ്സ് ഞാൻ ഹിസ്റ്ററി ആണ് എടുക്കാൻ വിചാരിക്കുന്നത്. അപ്പൊ എനിക്ക് സെറ്റ് 1 പ്രിഫറൻസ് കൊടുത്താൽ മതി. കാരണം 2 സബ്ജക്ട് 40 ഡേയ്സ് കൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റും. 2 സബ്ജക്ട് 40 ഡേയ്സ് നമ്മൾ പറയുകയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഡിവൈഡ് ചെയ്താൽ ഒരു സബ്ജക്ട് 20 ദിവസം കൊണ്ട് ചിലപ്പോൾ പഠിക്കാൻ പറ്റും. അതേസമയം 5 സബ്ജക്ട് 4 ഡേയ്സ് കൊണ്ട് പഠിക്കുകയാണെന്ന് പറയുമ്പോൾ അവിടെ എന്തായി, നമ്മളൊരു സബ്ജക്റ്റിന് 8 ദിവസമൊക്കെയാണ് അവിടെ ആവറേജ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മളുടെ ആ ഒരു ഇന്റൻസിറ്റി കുറയും. ചിലപ്പോൾ നമുക്ക് ഒരു സബ്ജക്റ്റിനും കൊടുക്കാൻ പറ്റുന്ന ഒരു ഫോക്കസ്, കോൺസെൻട്രേഷൻ, അതൊക്കെ എന്താവും ചിലപ്പോൾ മാറി മറിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ആ ഒരു വിഷയത്തിൽ ഭയങ്കര നമ്മള് ഇവിടെ ഒരു ഇതുള്ളത് ഡൊമൈൻ സബ്ജക്റ്റുകൾ ഇപ്പൊ നമ്മൾ +2 പഠിക്കുന്നതായതുകൊണ്ട് ഇത്ര ഒരു കൂടുതൽ ഫോക്കസ് നമ്മൾ കൊടുക്കേണ്ടത് സെറ്റ് 1 അതെ, ഇവിടെ ഡൊമൈൻ സബ്ജക്റ്റിന്റെ വിഷയത്തിൽ കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാല് ഇവരെ കയ്യിൽ NCERT ടെക്സ്റ്റ് ബുക്ക് ഇല്ല. ഓക്കെ, അപ്പൊ മക്കളെ നിങ്ങളെ കയ്യിൽ NCERT ടെക്സ്റ്റ് ബുക്ക് ഇല്ല എങ്കിൽ ആദ്യം ചെയ്യേണ്ട പരിപാടി NCERT ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കലാണ്, അല്ലെങ്കിൽ കണ്ടെത്തുക. പിന്നെ പ്രീവിയസ് കുട്ടികളെ ഇപ്പൊ ഒന്നാലോചിക്കുക, +2 എക്സാം കഴിയുന്ന കുട്ടികൾക്ക് NCERT ടെക്സ്റ്റ് ബുക്ക് ഇല്ലാതെ വരുമ്പോൾ അവസ്ഥ. നമുക്ക് ക്രാഷ് കോഴ്സിനൊക്കെ വരുമ്പോൾ കുട്ടികൾ പറയും സാറേ NCERT ഇല്ല, അല്ലെങ്കിൽ ഞങ്ങളൊരു ഗൈഡ് വെച്ചിട്ടാ പഠിക്കാറെന്ന് പറയാറുണ്ട്. അപ്പൊ അത് ഭയങ്കര ഒരു ഇഷ്യൂ ആണ്. പിന്നെ പല കുട്ടികൾക്കും MCQ ആണെന്നോ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണെന്നോ നെഗറ്റീവ് മാർക്ക് ഉണ്ടെന്നോ ഒന്നും അറിയാത്തൊരവസ്ഥയുണ്ട്. അപ്പൊ ഒന്നാമത്തെ കാര്യം +2 മാത്രം പഠിച്ചാൽ, സാറ് പറഞ്ഞ പോലെ തന്നെ +2 മതി, +1 വേണ്ട. അപ്പൊ നീറ്റ് JEE ഒക്കെ ആണെങ്കിൽ, കീമൊക്കെ ആണെങ്കിൽ +1 +2ന്റെ PCBയും PCM ഒക്കെ വരുന്നത്. പക്ഷെ CUTലേക്ക് വന്നു കഴിഞ്ഞാൽ അത് സയൻസ് എന്ന് മാത്രമല്ല, എനി സബ്ജക്ട്, എനി കോഴ്സ് നിങ്ങൾ ആലോചിക്കുക, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, സയൻസിനൊക്കെ +2 NCERT ആണ് വേണ്ടത്. സാറ് പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു സിലബസ് നമുക്കുണ്ട് അല്ലെ, കൃത്യമായ ഒരു സിലബസ് ഉണ്ട്. അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MCQ ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ വരുന്ന ഒരു എക്സാം ആണ്.
അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ച ഒരു സ്റ്റൈലൊന്നും സാറേ വ്യത്യാസം ഉണ്ടാവും. അതായത് നമ്മളിങ്ങനെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ചോദിച്ച കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ നമ്മളുടേതായ ലെവലിൽ എഴുതി വെച്ചിട്ടുള്ള അങ്ങനെയൊക്കെ നമ്മൾ മാർക്ക് വാങ്ങിച്ചിട്ടുണ്ടാവും +1 +2 അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്മസ് എക്സാമിനും ഒക്കെ മോഡൽ എക്സാമിനും വരെ. പക്ഷെ ഇവിടെ നമുക്ക് എന്താണ് കോംപ്രിഹെൻഡ് ആയിട്ടുള്ള രൂപത്തിൽ പഠിക്കണം. കാരണം ഒരു വലിയ പാരഗ്രാഫ് എന്നൊക്കെ ചിലപ്പം ഒരു ഒറ്റ ലൈനർ ആയിട്ടൊക്കെ രൂപത്തിലായിരിക്കും നമ്മളെ ഓപ്ഷന് വരുന്നുണ്ടാവുക. അപ്പൊ ആ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് പഠിക്കാനും കൂടെ ഈ ഒരു ഷോർട്ട് ടൈം സ്പാനിന്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യണം, ടൈം കണ്ടെത്താൻ വേണ്ടി. ഒരു ക്വസ്റ്റ്യനും 4 ഓപ്ഷനുമാണ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ വിചാരിക്കും കറക്കി കുത്തിയാല് ഉത്തരം ശരിയായാലോ എന്ന് വിചാരിക്കുന്ന പല കുട്ടികളും നമ്മുടെ ഇടയിലുണ്ട്. പക്ഷെ അവിടെ ഉള്ളത് എന്താ വെച്ചാല് 4 ഓപ്ഷനില് 3 തെറ്റും, 1 മാത്രമാണ് ശരിയാവുക. കറക്കി കുത്തുമ്പോ തെറ്റാവാനുള്ള ചാൻസ് ആണ് വളരെ കൂടുതൽ. നെഗറ്റീവ് മാർക്ക് ഉണ്ട്. അപ്പൊ അതിനുള്ള ഒരു സ്ട്രാറ്റജി എന്താ ചോദിച്ചാൽ എക്സാമുകൾ കൂടുതൽ എഴുതി പ്രാക്ടീസ് ചെയ്യാം. അതെ, പരമാവധി ചെയ്തു നോക്കുക. അതായത് ഇപ്പൊ നമ്മളിങ്ങനെ ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ കുറെ വായിക്കുന്നുണ്ട്, പക്ഷെ എങ്ങനെയാ ക്വസ്റ്റ്യൻ വരിക അല്ലെങ്കിൽ ഏതൊക്കെ പാർട്ടിൽ നിന്നാണ് കഴിഞ്ഞ വർഷങ്ങൾ. കാരണം 2022 സ്റ്റാർട്ട് ചെയ്തൊരു എക്സാം ആണ്. അപ്പൊ 2022 മുതലുള്ള റെഫറൻസ് നമ്മളെ കയ്യിലുണ്ട്. ഒരു 3-4 എഡിഷൻസ് എക്സാമിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് കൃത്യമായിട്ട് നോക്കുക. ഇത് നമുക്ക് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇഷ്ടം പോലെ റിസോഴ്സസ് ഉണ്ട്. ഇപ്പൊ ഗൈഡുകൾ അല്ലെങ്കിൽ വെബ്സൈറ്റുകൾ, ആപ്പുകൾ അല്ലെങ്കിൽ മെന്റേഴ്സ് ഉണ്ട്. അല്ല, ഇവരുടെ ഒന്നൊക്കെ കൃത്യമായിട്ട് ഇതിന്റെ റിസോഴ്സസ് കളക്ട് ചെയ്യുക, എക്സാംസ് ചെയ്ത് നോക്കുക. ത്രൂ ഔട്ട് ടോപ്പിക് ലെവലിൽ തന്നെ എക്സാം ചെയ്ത് നോക്കുക എന്നുള്ളതാണ് CUTന്റെ വേറൊരു പ്രധാനപ്പെട്ട നമ്മുടെ അഡ്വൈസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇപ്പം നമ്മൾ പറഞ്ഞത് സബ്ജക്റ്റിനെ പറ്റിയിട്ടാണ്. സബ്ജക്റ്റിൽ ത്രൂ ഔട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സയൻസ് പഠിക്കുന്ന ആൾക്കാരാവാം, അവര് തന്നെ ചിലപ്പോൾ സ്വിച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ സയൻസ് നിന്ന് മാറി സോഷ്യൽ സയൻസ് സബ്ജക്റ്റിലേക്ക് കൊമേഴ്സ്, BCom, BBA പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ പോസിബിൾ ആണ്. കാരണം നിങ്ങൾ ഇപ്പൊ കോഴ്സ് കൊടുത്തിട്ടില്ല. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അപ്ലിക്കേഷന്റെ സമയത്ത് കോഴ്സ് ഇവർ കൊടുത്തിട്ടില്ല. കോഴ്സ് നമ്മൾ കൊടുക്കുന്നത് നമ്മളുടെ ഈ പറഞ്ഞ എല്ലാ സബ്ജക്റ്റുകളും നമ്മൾ CUTൽ അപ്ലൈ ചെയ്തിട്ടുള്ള സെറ്റ് ഓഫ് സബ്ജക്റ്റുകളുടെ ഒക്കെ റിസൾട്ട് വരും. ഓക്കെ, പല കുട്ടികളും ചോദിക്കാറുണ്ട്, സാർ ഇപ്പൊ എക്സാം കഴിഞ്ഞാൽ എങ്ങനെയാണ് അഡ്മിഷൻ, ഇപ്പൊ യൂണിവേഴ്സിറ്റി നമ്മളെ ഇങ്ങോട്ട് വിളിക്കോ അല്ലെങ്കിൽ ഇമെയിൽ അയക്കോ, ഓക്കെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഈ യൂണിവേഴ്സിറ്റി ഒന്നും ചെയ്യാൻ പോണില്ല. നിങ്ങളുടെ ഒരു +2 എക്സാം, 10ാം ക്ലാസ് എക്സാം ഒക്കെ കഴിഞ്ഞപ്പോൾ നിങ്ങളെ സ്കോർ കാർഡ് വന്ന പോലെയാണ് യഥാർത്ഥത്തിൽ CUT എക്സാമിന്റെ സ്കോർ കാർഡ് വരിക. ഓക്കെ, ആ സ്കോർ കാർഡ് വന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള സബ്ജക്റ്റുകൾ, നമ്മൾ ഈ അറ്റൻഡ് ചെയ്തിട്ടുള്ള എക്സാമുകൾ, ഓക്കെ, ആ സബ്ജക്റ്റുകൾക്ക് അനുസരിച്ചിട്ടുള്ള മാർക്ക് അവിടെ സ്കോർ കാർഡിൽ ഉണ്ടാവും. ആ മാർക്ക് വെച്ചിട്ട് നമുക്ക് കിട്ടാവുന്ന യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാന്ന് നമ്മൾ നോക്കലാണ് അടുത്ത കാര്യം. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഈ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പൊ സപ്പോസ് ഞാൻ പറയാണ്, ഇംഗ്ലീഷ് നിങ്ങൾക്ക് അറിയാം എല്ലാ സബ്ജക്റ്റും 250 മാർക്സിനാണ് വരുന്നത്. 250 മാർക്സിനാണ് വരുന്നത്. GAT ആണെങ്കിലും 250 മാർക്കിനാണ്. അപ്പൊ നമ്മൾ ഈ രണ്ട് സബ്ജക്ട് മാത്രം നോക്കിയപ്പോൾ 500 മാർക്സിനാണെന്ന് വിചാരിക്കാം. 500 മാർക്സിൽ കഴിഞ്ഞ പ്രാവശ്യം ഈ യൂണിവേഴ്സിറ്റി, ഇപ്പൊ സപ്പോസ് ഞാനിത് പറയുന്നത് EFLU ആണ്, ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി ആണ്. അവിടേക്ക് ഒരു സ്പെസിഫിക് ആയ കോഴ്സ് നമുക്ക് എടുക്കണം. ശരി, അപ്പൊ അവിടെ ഈ പറഞ്ഞ EFLU എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ 500ല് നമുക്കിപ്പോ ഒരു BA ഓണേഴ്സ് ഇംഗ്ലീഷ് കിട്ടാന് കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു കട്ട് ഓഫ് നമ്മൾ വെക്കുവാണ്. ഇപ്പം ഒരു 460 വെച്ചെന്ന് വിചാരിക്കാം. 500ൽ ഒരു 460. ഓക്കെ, അപ്പൊ 460 ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ടാർഗറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് ഇപ്പൊ തന്നെ നമ്മൾ അറിയണം. ഇപ്പൊ ചില കുട്ടികളൊക്കെ വെറുതെ എക്സാം എഴുതി നോക്കാം, എന്നിട്ട് എക്സാമിന്റെ സ്കോർ വന്നിട്ട് ഇതിപ്പോ 500 ഇങ്ങനൊന്നും അറിയണ്ടായിരുന്നില്ല. ഓക്കെ, അവിടേക്ക് ആവശ്യമുള്ളത് ഇംഗ്ലീഷും GAT ആണെന്ന് അറിയില്ല. അപ്പൊ ഇതിന് 500 എന്നുള്ളൊരു കാൽക്കുലേഷൻ കുട്ടിയുടെ മനസ്സിലുണ്ടായിട്ടില്ല. ആ 500ൽ ഇത്ര മാർക്ക് കിട്ടിയാലാണ് അവിടേക്ക് BA ഓണേഴ്സ് ഇംഗ്ലീഷ് പിന്നെ നമുക്ക് കിട്ടുള്ളൂ, സെലക്ഷൻ വരുള്ളൂ എന്ന് ചിലപ്പോൾ കുട്ടികൾക്ക് അറിയാത്തൊരു അവസ്ഥയുണ്ടാവും. അതിനനുസരിച്ച് നമ്മള് സ്ട്രാറ്റജി പ്രധാനമാണ് ഇതില്. ഇപ്പൊ നീറ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്താണ് PCB അങ്ങ് പഠിക്കുക, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിക്കുക, എന്നിട്ട് 720ലാണ് നമുക്ക് എക്സാം. ആ പരമാവധി സ്കോർ ചെയ്യാം. ഇത്രേ ഉള്ളൂ. ഈ ഒരു സെനാറിയോ ആണ്. പിന്നൊക്കെ നമ്മളെ പ്രിപ്പറേഷൻ ആണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊക്കെ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ നമ്മൾ കോച്ചിങ് കൊടുക്കുന്ന പല കുട്ടികളും ഇത്രയും സബ്ജക്റ്റുകൾ അപ്ലൈ ചെയ്യും. എന്നിട്ട് അവര് പിന്നെ നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മൾ അപ്ലിക്കേഷൻ ഇങ്ങനെ കൃത്യമായിട്ട് നോക്കുമ്പോഴായിരിക്കും മനസ്സിലാവുക ഇവര് കൊടുത്തതിനകത്ത് ഇവര് പ്രിഫർ ചെയ്യുന്ന കോഴ്സ് ഇതാണ്. നമ്മളവിടെ സംസാരിക്കുമ്പോൾ അവർ മനസ്സിലാവും. അപ്പൊ ആ പിന്നെ കോഴ്സിന് ശരിക്കും ഇംഗ്ലീഷും GAT മതിയാവും. ചില കോഴ്സുകൾക്ക് GAT മാത്രം മതി. അപ്പൊ നമ്മൾ എന്താ കുട്ടിയോട് പറയാം, കുട്ടിയുടെ ലെവലൊക്കെ നമ്മൾ മനസ്സിലാക്കും, നമ്മൾ കൃത്യം അനലൈസ് ചെയ്തിട്ട് നമ്മൾ പറയും ഓക്കെ GAT മാത്രം പഠിച്ചോ, അങ്ങനെ 250നെ ഫോക്കസ് ചെയ്യുക. കാരണം GATയിൽ തന്നെ 5-6 സബ്ജക്ട്സ് പഠിക്കാനുണ്ട്. മെന്റർ സപ്പോർട്ട് നിർബന്ധമാണ് എന്നല്ലേ? അല്ല, മെന്റർ സപ്പോർട്ട് ഞാൻ പറഞ്ഞല്ലോ, കുട്ടികളുടെ
ഒരവസ്ഥ, ഒരു കാപ്പബിലിറ്റി അനുസരിച്ചിട്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം ടോപ്പേഴ്സിന് പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻസ് ഉണ്ട് സിയുട്ടിന്റെ വിഷയത്തിൽ. ഇപ്പോൾ സബ്ജക്ട് ചിലപ്പോൾ അറിയാത്തവരുണ്ടാവും, സബ്ജക്ട് അറിയുന്നുണ്ടെങ്കിൽ അല്ല ടോപ്പിക്സ് അറിയാത്തവരുണ്ടാവും, ടോപ്പിക്സ് അറിയെങ്കിൽ അല്ല ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത് എന്ന് അറിയാത്ത ആളുകളുണ്ട്. അങ്ങനെ ഒരുപാട് തിരക്കുള്ള ടെക്നിക്കലായ സപ്പോർട്ട് ശരിക്കും പറഞ്ഞാൽ വേണം. അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ചിലപ്പോൾ മെന്റർഷിപ്പ് എല്ലാവർക്കും വേണ്ടി വരും. അപ്പൊ നമ്മളൊക്കെ കുട്ടികൾ സംസാരിക്കുമ്പോൾ അവർ +2 പഠിക്കുന്ന സ്റ്റുഡൻസ് ഇപ്പോൾ സിയുടി അപ്ലൈ ചെയ്ത കുട്ടികൾ അവര് പറയും +1 ഫുൾ മാർക്കാണ്, ഫുൾ A+ ആണ്. സ്റ്റിൽ നമ്മളടുത്ത് എക്സാമിന്റെ സിലബസ് ചോദിച്ചാലോ ടോപ്പിക്സ് ചോദിച്ചാലോ അവർക്ക് അറിയില്ല. ഓക്കെ, അപ്പൊ നമ്മളടുത്ത് പറഞ്ഞൊരു പ്രിസ്ക്രൈബ്ഡ് സാധനം പഠിക്കുക എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് കുറച്ചും കൂടി ഈ തരത്തിലുള്ള ഒരു സ്മാർട്ട് വർക്കും ഒരു സെൽഫ് അനാലിസിസും ഒക്കെ നടത്താനും കൂടെ കുട്ടികൾക്ക് പറ്റണം. അപ്പൊ ഈ ഒരു എക്സാമിന് തിരക്കിൽ അവർക്ക് അത് പറ്റായി അങ്ങനെയൊക്കെ വന്ന് തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട്, നമ്മളത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ സ്ട്രാറ്റജിക്കലി ഇനി സിയുട്ടിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും അവർക്ക് റെസ്പോൺസ് കൊടുക്കാറുണ്ട്. ഓക്കെ, യെസ്. അതുപോലെ ഇനി യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് അതിന്റെ സൈറ്റിൽ എങ്ങനെയാണ് കയറുക, യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെയാണ് പേപ്പർ സെലക്ട് ചെയ്യുക, കാര്യങ്ങളൊക്കെ ഒന്ന്. യെസ്, ഇപ്പം സിയുടി ആണ് ഇപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. നിങ്ങളുടെ എക്സാം കണ്ടക്ട് ചെയ്യുക എന്നുള്ള പണിയാണ് ശരിക്കും NTA ഉത്തരവാദിത്വം. NTA നിങ്ങൾക്കറിയാം, സിവിൽ സർവീസ് എക്സാം, നീറ്റ് എക്സാം, പ്രധാനപ്പെട്ട ഇന്ത്യയിലെ നെറ്റ് എക്സാം, ഇതൊക്കെ നടത്തുന്ന പ്രധാനപ്പെട്ട അതോറിറ്റിയാണ്, ഏജൻസിയാണ് NTA, സെൻട്രൽ ഗവൺമെന്റിന്റെ. പക്ഷേ NTA പണി എക്സാം നടത്തി നമ്മളെ സ്കോർ കാർഡ് പബ്ലിഷ് ചെയ്യുക. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട പരിപാടിയാണ് ഓരോ യൂണിവേഴ്സിറ്റിയുടെയും ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി ആ യൂണിവേഴ്സിറ്റിയുടെ അപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ടോ ഇല്ലേ എന്ന് നോക്കണം. ഓക്കെ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ CSAB എന്ന് പറയുന്ന ഒരു അലോട്ട്മെന്റ് പ്രോസസ്സാണ് അവിടെ നടക്കാറ്. അപ്പോൾ സിയുടിന്റെ റിസൾട്ട് വരുന്നതിന്റെ ഒരാഴ്ച മുന്നേ അല്ലെങ്കിൽ ഒരു 10 ദിവസം മുന്നേ CSAB പോർട്ടൽ ഓപ്പൺ ആവും. ഓക്കെ, സെൻട്രലൈസ്ഡ് സീറ്റ് അലോക്കേഷൻ എന്നുള്ള രൂപത്തിലാണ് CSAB നമ്മൾ പരിചയപ്പെടുന്നത്. ഞാൻ പറഞ്ഞതിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, സിയുടിന്റെ റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ കയറിയിട്ട് അവിടെ ഓൾമോസ്റ്റ് നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ ഫീഡ് ചെയ്ത് വെക്കണം. എന്നിട്ട് സിയുടി റിസൾട്ട് വന്നാൽ എന്ത് ചെയ്യാം, അവര് ഈ മാർക്കും കൂടെ അവിടെ എൻ്റർ ചെയ്യുക, അവരുടെ സ്കോർ കാർഡ് അപ്ലോഡ് ചെയ്യുക എന്നുള്ള പ്രോസസ്സ് അപ്പോൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാൽ കുട്ടികൾ കീനായിട്ട് ഒബ്സർവ് ചെയ്യണം. എക്സാം കഴിഞ്ഞു, ഇനി മാർക്ക് വരുമ്പോൾ നോക്കുക എന്നുള്ളൊരു സംഗതി പറ്റില്ല. എക്സാം കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്ത് നോക്കാം, നമുക്ക് ഓൾമോസ്റ്റ് എത്ര മാർക്ക് കിട്ടും നോക്കാം, ഏതെല്ലാം സബ്ജക്റ്റിലേക്ക് നന്നായിട്ട് പെർഫോം ചെയ്യുക എന്നുള്ളത് നോക്കാം. അതിനനുസരിച്ച് കുട്ടിക്ക് ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാം. ഇവിടെയും നമ്മൾ പോസ്റ്റ് എക്സാം കൗൺസിലിംഗ് നമ്മൾ ചെയ്യാറുണ്ട്. കാരണം കേവലം ഇപ്പം ബാക്കിയുള്ള എൻട്രൻസുകൾ പോലെയല്ല, ഞാൻ ഈ പറഞ്ഞ ഒരുപാട് ടെക്നിക്കൽ ആയിട്ടുള്ള ഗ്ലിച്ചസ് കുട്ടികൾക്ക് ഉണ്ടാവാം. അപ്പൊ അതിനെ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യാൻ തന്നെ നമ്മൾ ശ്രമിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റിന്റെ വിഷയത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇനിയിപ്പോ ഡൽഹി യൂണിവേഴ്സിറ്റി എന്നല്ല എനി യൂണിവേഴ്സിറ്റി, ഇപ്പൊ ഹൈദരാബാദ്, പോണ്ടിച്ചേരി, ജാമിയ മില്ലിയ, ഇഫ്ലു, അപ്പൊ ഇവിടെയൊക്കെ ഇതേ സെനാരിയോ ഉണ്ടാവാറുണ്ട്. ചില യൂണിവേഴ്സിറ്റികൾ റിസൾട്ട് വന്നതിന് ശേഷമാണ്, സ്കോർ കാർഡ് വന്നതിന് ശേഷമാണ് എന്ത് ചെയ്യുക, അവരുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാറുള്ളത്. അത് ചിലപ്പോൾ സ്കോർ കാർഡ് വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്യാറുള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇതിന്റെ 2-3 ഡേയ്സ് കൊണ്ട് മൊത്തം റാങ്ക് ലിസ്റ്റ് അടക്കം പബ്ലിഷ് ചെയ്യാറുള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അത് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യണം സാറേ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ നമുക്കിനി ഈ സിലബസുമായി ബന്ധപ്പെടുത്തി ഇപ്പൊ ഇംഗ്ലീഷ്, GAT ഇതിലാണ് കുട്ടികൾ കൂടുതൽ കൺഫ്യൂഷൻസ് ഉണ്ടാവുക. അപ്പൊ അതുമായി ബന്ധപ്പെടുത്തിയിട്ട് എങ്ങനെയാണ് അതിൽ വരുന്ന പേപ്പറുകളും കാര്യങ്ങളും ഒക്കെ നമ്മളെ കുട്ടികൾക്ക് നമുക്ക് അവിടെ സിലബസ് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുക സിയുടിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. നിങ്ങളൊക്കെ ചിലപ്പോ അക്ഷയ സെന്ററിലൊക്കെ പോയിട്ട് അപ്ലൈ ചെയ്തായിരിക്കും. അപ്പോൾ അവിടുത്തെ ചേച്ചിമാരെ അപ്ലൈ ചെയ്ത് എവിടെ ഏത് സൈറ്റാന്ന് പോലും ചിലപ്പോൾ നമുക്ക് അറിയണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ സെനാരിയോസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, നമ്മളെ അപ്ലൈ ചെയ്തിട്ടുള്ള എൻട്രൻസ് എക്സാമിന്റെ ഒഫീഷ്യൽ സൈറ്റ് നമുക്ക് ത്രൂ ഔട്ട് അറിയണം. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ എക്സാമിന്റെ സിലബസ് നോക്കാൻ, എക്സാമിന്റെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ നോക്കാൻ, യൂണിവേഴ്സിറ്റീസിന്റെ ലിസ്റ്റ് നോക്കാൻ എല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് CUET.NTA.NIC.in എന്ന് പറയുന്ന സൈറ്റാണ്. ഇത് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം, പല കുട്ടികളും എന്ത് ചെയ്യും, ഇത് അങ്ങനെ നോക്കിയിട്ട് താഴേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വേറെ ഒരുപാട് സൈറ്റുകൾ കാണാൻ കഴിയും. ഇതൊന്നും എന്തല്ല, സിയുടിന്റെ ഒഫീഷ്യൽ സൈറ്റ് അല്ല. ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നോക്കണം. ഓക്കെ, യെസ്. അപ്പൊ ഒഫീഷ്യൽ സൈറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ സിയുടിയെ ബന്ധപ്പെട്ട് NTA പറ്റി നിങ്ങൾക്ക് അറിയാൻ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഇവിടെ നിന്ന് എടുക്കാം, സിലബസ് എടുക്കാം, യൂണിവേഴ്സിറ്റീസിന്റെ ലിസ്റ്റ് ഉണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും, FAQs, ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്, കുട്ടികളുടെ ഡൗട്ടുകൾ. അപ്പൊ ഇത് നമുക്കിപ്പോ സിലബസിലേക്കാണ് പോകേണ്ടത്. അപ്പൊ സിലബസിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക, നിങ്ങൾ അപ്ലൈ ചെയ്ത എല്ലാ സബ്ജക്റ്റിന്റെയും സിലബസ് ഒഫീഷ്യലി CUETയുടെ സൈറ്റിൽ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ അപ്ലൈ ചെയ്ത ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റും, ഓക്കെ, ഒരു സബ്ജക്റ്റ് ഒഴിയില്ല, എല്ലാ സബ്ജക്റ്റും ഇവിടെ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഇംഗ്ലീഷിന്റെ സിലബസ് ഇവിടെ കാണാം, അല്ല അത് ക്ലിക്ക് ചെയ്താൽ തന്നെ PDF ഫയൽ നമുക്ക് മുന്നിൽ കിട്ടുകയാണ്. ഓക്കെ, പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
നിങ്ങളുടെ ഒഫീഷ്യൽ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ CUET-യുടെ ഇംഗ്ലീഷിന്റെ സിലബസ് ഇതാ ഇത്രയേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. ഇതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യുന്നില്ല, സിലബസ് പോകുന്നില്ല. ഈ ഒരു സിലബസ് നോക്കിക്കഴിഞ്ഞാൽ 2 പാർട്ടായിട്ടാണ് കാണാൻ കഴിയുക. ഒന്ന് റീഡിംഗ് കോംപ്രിഹെൻഷൻ, ഒക്കെ അതിൽ 3 ടൈപ്പ് ഓഫ് പാസേജ്. രണ്ടാമത്തത് വേർബൽ എബിലിറ്റി, അതിനകത്ത് വരുന്ന ഒരു 4 ഏരിയ, റീഅറേഞ്ചിങ് പാർട്സ്, മാച്ച് ദ ഫോളോയിങ് എന്നൊക്കെ പറയും, കറക്റ്റ് വേർഡ്, സിനോണിം, ആന്റോണിം. പക്ഷെ നമ്മൾ CUET-യുടെ കഴിഞ്ഞ വർഷത്തേക്ക് ഒഫീഷ്യൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് വരിക എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇങ്ങനെയല്ല ആക്ച്വലി ക്വസ്റ്റ്യൻ വരിക. അതിൽ ഓരോ ടോപ്പിക്കും ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതൊരു അഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ എക്സ്പ്ലോറേഷനിലേക്ക് നമ്മൾ വിടേണ്ടി വരും. അപ്പൊ ഓരോ ടോപ്പിക്കുകൾ ഏതാണ്, അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 30 ടോപ്പിക്സ്, 30ഓളം ടോപ്പിക്സ് CUET-യുടെ ഇംഗ്ലീഷിന് മാത്രമായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. ഗ്രാമറിൽ ഇപ്പൊ വരുന്ന പാർട്സ് ഓഫ് സ്പീച്ച് അങ്ങ് മുതൽ ടെൻസസ്, ആർട്ടിക്കിൾസ്, പ്രിപ്പോസിഷൻ. നമ്മൾ പ്ലസ് ടുവിലൊന്നും പഠിക്കാത്ത രീതിയിലുള്ള ഒരു ലെവൽ. ആക്ച്വലി പ്ലസ് ടു നമ്മൾ പഠിക്കുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് അല്ലേ, ഒരു റീഡർ ആണ് ശരിക്കും പഠിക്കുന്നത്. അതായത് കുറെ പോംസും ഫിക്ഷൻസും ഷോർട്ട് സ്റ്റോറീസ് ഒക്കെ ആയിട്ടുള്ള. ആക്ച്വലി നമുക്ക് ഇതൊന്നും ആവശ്യമില്ല അവിടെ. നമുക്ക് ആവശ്യമുള്ളത് ഈ പറഞ്ഞ ഗ്രാമർ, വൊക്കാബുലറി, ഇഡിയംസ്, ഫ്രേസസ്, അതുപോലെ തന്നെ സിനോണിം, ആന്റോണിംസ്, വെർബൽ അനലോജി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സ് ആണ് ആവശ്യമുള്ളത്. അപ്പൊ ഇത് എവിടെ നിന്ന് കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ CUET ഒഫീഷ്യൽ സൈറ്റിൽ ഇല്ല. അപ്പൊ നമ്മളെങ്ങനെ ടോപ്പിക്സ് ക്രിയേറ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ CUET-യുടെ കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കും. CUET-ന് മുന്നേ ഉണ്ടായിരുന്ന ഇവിടെ തലതൊട്ടപ്പന്മാരെന്ന് പറയുന്ന CUCET, അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ നോക്കും. അതിന് മുന്നേ ഓരോ യൂണിവേഴ്സിറ്റീസും ഇൻഡിവിജ്വലി നടത്തുന്ന എൻട്രൻസ് എക്സാമുകളുണ്ട്, അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ നോക്കും. അപ്പൊ 2012 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ റിസർച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു എക്സാമിന് വന്നേക്കാവുന്ന ടോപ്പിക്സ് കൃത്യമായിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസ്സുകളായിട്ട് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ. വേറൊരു കാര്യം, CUET-ന്റെ സിലബസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ GAT, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്ന വേറെ പേപ്പർ ഉണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഈ GAT-യുടെ സിലബസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏറെക്കുറെ ഇത്രയാണ് നമുക്ക് കാണുന്നുള്ളൂ. GK, ചില ആളുകൾ GAT-നെ പറഞ്ഞ് GK പേപ്പർ എന്നാണ്. ഓക്കെ, ആക്ച്വലി GK മാത്രമല്ല അവിടെ വരുന്നത്. ഓക്കെ, GK എന്ന് പറയുന്നത് അതിനകത്ത് വരുന്ന ഒരു ഒറ്റ സബ്ജക്റ്റ് ആണ്. ജനറൽ നോളേജ്, കറന്റ് അഫയേഴ്സ്, മെന്റൽ എബിലിറ്റി, ന്യൂമറിക്കൽ എബിലിറ്റി, റീസണിങ്. ഓക്കെ, റീസണിങ് ശ്രദ്ധിക്കുക, ഇതെന്താണ്, NCERT ബേസ്ഡ് ആയിട്ടുള്ള റീസണിങ് ആണ് വരുന്നത്. ഓക്കെ, ഇപ്പൊ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ബേസിക് മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ്സ്, അതുപോലെ അരിത്തമെറ്റിക്, ഓൾജിബ്ര, ജിയോമെട്രി, മെൻസുറേഷൻ, സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പോലുള്ള ടോപ്പിക്സ് നമ്മള് സ്കൂളിൽ NCERT സിലബസ്, ഇപ്പൊ നമ്മള് ചെറിയ ക്ലാസ് മുതലുള്ള 8ാം ക്ലാസ് എന്നാണ് അവർ പറയുന്നത്. 8ാം ക്ലാസ് ലെവലിലുള്ള NCERT പുസ്തകം പഠിക്കേണ്ടത്. ഇപ്പൊ അവിടെ ഒരു വിഷയം എന്ന് പറയുന്നത് സ്റ്റേറ്റ് സിലബസുകാർക്കാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ലെവലിൽ ചിലപ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടാവും, വേരിയേഷൻസ് ഉണ്ടാവും. അപ്പൊ അത് കൃത്യമായിട്ട് പഠിക്കണം. പ്ലസ് ലോജിക്കൽ റീസണിങ്, അതുപോലെ തന്നെ ജനറൽ സയൻസ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം മുതൽ വന്നൊരു സിലബസ് മാറ്റാണ്, ജനറൽ സയൻസിന് പ്രാധാന്യം കൊടുത്തത്. കാരണം സയൻസുകാർക്ക് ഒരു അഡ്വാൻറ്റേജ് കൂടെ കൊടുക്കുക എന്നുള്ളത്. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ഹ്യൂമാനിറ്റീസുകാരൊക്കെ ഇറങ്ങി ഓടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, കാരണം ഇതിൽ കൂടുതലും മാത്സ് ആണല്ലോ എന്നാലോചിച്ചിട്ട് പലരും പറയും. പക്ഷെ നമ്മളൊരു RRB, SSC, PSC ലെവലിലുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ. അതെ, അത് തന്നെയാണ്. പക്ഷെ ആ ലെവൽ ഇവരോട് പറഞ്ഞാൽ ഇവർക്ക് ആ ലെവൽ അറിയില്ല. അപ്പൊ ആദ്യം ചെയ്യേണ്ട പരിപാടി, നമ്മള് ഈ പറഞ്ഞ ടോപ്പിക്കുകളുടെ ഓറിയന്റേഷൻ നമുക്ക് കിട്ടണം, അല്ലെ, സബ്ജക്ട് ഓറിയന്റേഷൻ കിട്ടണം. ഏറ്റവും പ്രധാനം സാറേ നമ്മൾ പറഞ്ഞത് 40 ദിവസമുള്ളൂ. അതാണ് ഏറ്റവും ഒരു ടാസ്ക് ആയിട്ട് നമ്മുടെ മുമ്പിലുള്ളത്. അതെ, അതായത് 40 ദിവസത്തിന്റെ ഇടയിൽ നമുക്ക് ഒരുപാട് പ്ലാനിങ് ഉണ്ടായിരിക്കും. ഈ പ്ലാനിനെക്കാട്ടും വലിയ പ്ലാന് കുറെ അങ്ങ് ട്രിപ്പ് പോകണം, അവിടെ പോകണം, ഇവിടെ. ഇതിന്റെ ഇടയിൽ ഒരു ടൈമില്ല, നമുക്ക് തീരെ റെസ്റ്റ് എടുക്കാൻ ടൈമില്ല. കാരണം നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 40 ദിവസത്തെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ. നമ്മളതിന് മുന്നുള്ള പ്രിപ്പറേഷൻസ് നോക്കണം, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഫാക്കൽറ്റീസ് എല്ലാം നോക്കണം, മെന്റർഷിപ്പിനുള്ള പ്ലാനിങ്, ഇതൊക്കെ നമ്മൾ ചെയ്യണം. സോ ഞാൻ പറഞ്ഞത് ഇതാണ് നമ്മള് രണ്ട് പ്രധാനപ്പെട്ട പേപ്പേഴ്സ്. നമ്മൾ ഇങ്ങനെ 2 പേപ്പേഴ്സ് എടുക്കാനുള്ള കാരണം എല്ലാവരും കോമൺ ആയിട്ട് അപ്ലൈ ചെയ്ത ഇതിന്റെയും ഇതുപോലെ നമുക്ക് സിലബസ് അവൈലബിൾ ആണ്. എല്ലാതും നമുക്ക് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് കെമിസ്ട്രി ഞാനൊന്ന് എടുക്കാം. കെമിസ്ട്രി എടുക്കുമ്പോ തന്നെ അതെ, കെമിസ്ട്രി എടുക്കുമ്പോൾ നമുക്കറിയാം പ്ലസ് ടുവിൽ പഠിക്കുന്ന സൊല്യൂഷൻസ് വരുന്നുണ്ട്, ഇലക്ട്രോ കെമിസ്ട്രി വരുന്നുണ്ട്, കെമിക്കൽ കൈനറ്റിക്സ്, DNF ഒക്കെ നമുക്ക് പ്ലസ് ടുവിലുള്ള അതേ ടോപ്പിക്സ് തന്നെയാണ് നമുക്ക് വരുന്നത്. അതൊന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും, അത് ഏതൊക്കെയാണ് വരുന്നത്, നിങ്ങളൊന്ന് ഏതൊക്കെ ഡൊമൈനുകളാണ് കൊടുത്തുള്ളത് അതിനനുസരിച്ച് പേപ്പറുകൾ സെലക്ട് ചെയ്യാന്നുള്ളതാണ് അവിടെ. ഓക്കെ, ഇനി അതുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് ഇപ്പൊ ഇതൊക്കെ നമ്മൾ പറഞ്ഞ നമ്മളെ ബാച്ചിനെ കുറിച്ചും കൂടെ പറയാം. അപ്പോ നമ്മുടെ ബാച്ച്, ഇപ്പൊ നമ്മൾ ഇത്രയും ഡീറ്റെയിൽസ് പറഞ്ഞത് വളരെ ചെറിയ വീഡിയോ ചെയ്യാന്നാണ് നമ്മൾ വിചാരിച്ചത്. കുറച്ചൊക്കെ ലെങ്ത് ആയിട്ടുണ്ടാവും. എന്നാൽ പോലും നമ്മൾ പറയുന്നത് അപ്രോക്സിമ അക്കാദമിയുടെ 2026 CUET-യുടെ ഇന്റൻസീവ് ആയ പ്രിപ്പറേഷൻ. ഇന്റൻസീവ് നമ്മൾ പറയാനുള്ള കാരണം
അത്രയും ഇന്റൻസീവ് ആണ് നമ്മുടെ മുന്നിൽ, സമയമല്ല. ഓക്കെ, നമ്മുടെ ഒരു 40 days പ്ലാനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് 28 അല്ലെ, 28-29 മുതൽ 29 കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. മാർച്ച് 29 അപ്രോക്സിമേറ്റ് CUET-യുടെ ഓഫ്ലൈൻ ഓൺലൈൻ ആയിട്ടുള്ള ക്രാഷ് ബാച്ച് 2026 സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ +2 കഴിയാണ്, +2 കഴിയുന്ന സമയമാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഓൾറെഡി CUET അപ്ലൈ ചെയ്തിട്ടുണ്ട്, NCET അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഇതുപോലെ തന്നെ ഇതിന് കൂടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജാമിയ മില്ലിയ, അതുപോലെ തന്നെ അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ തന്നെ അപ്ലിക്കേഷൻസ് നിങ്ങൾ ചെയ്ത ആളുകൾ ഉണ്ടാവും. അതിന് അലൈഡ് ആയിട്ട് വരുന്ന മറ്റേ അസീം പ്രേംജി യൂണിവേഴ്സിറ്റിയുടെ, അതേപോലെ തന്നെ കേരളത്തിലൊക്കെ നടക്കുന്ന ലോ എൻട്രൻസ് എക്സാംസിന്റെ ഒക്കെ അപ്ലൈ ചെയ്ത ആളുകൾ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള എൻട്രൻസ് എക്സാമുകൾ ഒരുപക്ഷെ മറ്റുള്ള സ്ഥാപനങ്ങളിലും നിങ്ങൾക്ക് അധികം അവൈലബിൾ അല്ലാത്ത NCHM, CTI, PMAT ഒക്കെ പോലെയുള്ള എൻട്രൻസ് എക്സാമുകളുടെ ഒക്കെ ഒരു പക്ക കോംബോ പാക്ക് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അധികം സമയം നമ്മുടെ മുന്നിലില്ല. ഇനി ഒരുപാട് ആലോചിക്കുക, ഇനിയും ഒരുപാട് ആലോചിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടത്തരായിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവര് +1 ആലോചിച്ച് +2 എത്തിയപ്പോഴും ആലോചനയാണ്, ഫുൾ ആലോചനയാണ്. പിന്നെ നമുക്ക് ആലോചിക്കാൻ സമയമല്ല, ആലോചിക്കാനല്ല, നമുക്ക് തീരുമാനം എടുക്കാനാണ് നമുക്ക് ടൈം ഉള്ളത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു പിന്നെ CUET എക്സാം നമ്മൾ വെറുതെ അപ്ലൈ ചെയ്തതാണെന്ന് ചില ആളുകൾ പറയാറുണ്ട്, അല്ലെങ്കിൽ വെറുതെ എഴുതി നോക്കാം എന്ന് വിചാരിച്ചിട്ടാണെന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്രാവശ്യം ഞാൻ ചെയ്യും പരമാവധി, പക്ഷെ അടുത്ത പ്രാവശ്യത്തേക്കാണ് വെക്കുന്നത്. അപ്പൊ അതിനൊന്നും ആവശ്യമില്ലല്ലോ അല്ലെ. അതെ, നമുക്ക് ഈ ഒരു ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്ത് ഒരു 40 ദിവസം നമ്മൾ നന്നായിട്ട് നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് പഠിച്ചാൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. സാർ കൊടുക്കുന്ന ഗ്യാരണ്ടിയാണ്. ഓക്കെ, ഗ്യാരണ്ടിയാണ്. ആ രീതിയിൽ നമ്മൾ പറയുന്ന രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്ത് പോവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ട്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ് വരുന്നത് മലപ്പുറം ജില്ലയിൽ കോട്ടക്കലാണ്. ഓഫ്ലൈൻ ക്ലാസ്സും അതുപോലെ ഓൺലൈൻ ബാച്ചും നമുക്ക് അവൈലബിൾ ആണ്. സോ ഓഫ്ലൈൻ ബാച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും പഠിത്തമായിരിക്കും. ഓഫ്ലൈൻ ബാച്ചിൽ നമ്മൾ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ചോദിച്ചാൽ നമുക്ക് ഡെയിലി ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. എത്ര മണിക്കൂറിന്റെ ക്ലാസ്? നമ്മളൊരു 5 hour ക്ലാസ് ഡെയിലി ഉണ്ടായിരിക്കും. ക്ലാസ് മാത്രം 5 hour ഉണ്ടാവും. നമുക്ക് റെസ്റ്റ് എടുക്കാൻ ടൈമേ ഉണ്ടാവില്ല. അതുപോലെ നമ്മൾ ഡെയിലി എക്സാമുകൾ, നമ്മൾ എക്സാം എഴുതി മാക്സിമം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഡെയിലി എക്സാം ഉണ്ടായിരിക്കും. അതുപോലെ നമുക്ക് ബാക്കി എന്തൊക്കെയാ മെന്റൽ സപ്പോർട്ട് വേണ്ടതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് അവിടുന്ന് കൊടുക്കും. ഏത് യൂണിവേഴ്സിറ്റിയിലും നമ്മളെ പിള്ളേരുണ്ട്, അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ അലുമിനി സപ്പോർട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും അല്ലെ. നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റിയിലാണ് ഇപ്പം കൺഫ്യൂഷൻ ഉള്ളത്, ആ യൂണിവേഴ്സിറ്റിയിലെ കോഴ്സുകൾ, അവിടുത്തെ അവസ്ഥ എന്താണ്, അറ്റ്മോസ്ഫിയർ, സേഫ്റ്റി ഉണ്ടോ, അങ്ങനെ ഒരുപാട് ഡൗട്ട് പിള്ളേർക്ക് അല്ലെ. ഇതൊക്കെ നമുക്ക് അഡ്രസ് ചെയ്യാനും കൂടെ പറ്റും. അപ്പൊ നമ്മൾ കേവലം ഒരു കോച്ചിങ് കൊടുക്കുക, രാവിലെ മുതൽ വൈകുന്നേരം ഒരു ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു പോവുക, അങ്ങനെയുള്ള ഒരു സിസ്റ്റം അല്ല നമ്മൾ ആക്ച്വലി ഉള്ളത്. നമുക്ക് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് തരത്തിലുള്ള മെന്റർഷിപ്പ് വേണോ, എന്ത് അസിസ്റ്റൻസ് വേണോ അല്ലെ, അതിനൊക്കെ നമ്മൾ ഓഫ്ലൈൻ ബാച്ച് പ്രത്യേകിച്ചും നമുക്കിവിടെ പിന്നെ റീഡിംഗ് റൂമും അതുപോലെ തന്നെ റെഫറൻസിനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ടാവും. മെന്റേഴ്സ് ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ച ആളുകളൊക്കെ അല്ലെ, നമ്മൾ മൊത്തത്തിൽ നമ്മുടെ അക്കാദമിക് വിങ് അത്രത്തോളം സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നമ്മൾ ഇന്ന് സെറ്റ് ചെയ്തിട്ട്. കൂടാതെ നമുക്ക് ഒരു ഹൈബ്രിഡ് രീതിയിലാണ് നമ്മുടെ ബാച്ച് കൊണ്ടുപോവാ. ഓഫ്ലൈൻ ബാച്ച് നമുക്ക് ആപ്പ് കൂടെ നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇനി കുട്ടികൾക്ക് ആപ്പ് ത്രൂ എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസ് കണ്ട് ഒന്നും കൂടെ നമുക്ക് ക്ലാരിറ്റി വരുത്തണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ആപ്പ് ത്രൂ നമുക്ക് അങ്ങനെ ക്ലാസ് കണ്ട് ഒരു ഹൈബ്രിഡ് രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ആപ്പിൽ അങ്ങനെയൊക്കെ ക്ലാസ്സുകൾ നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതിൽ നമുക്ക് ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, GAT-യുടെയും ഇംഗ്ലീഷിന്റെയും അതുപോലെ ഡൊമൈൻസിന്റെ ഒക്കെ ക്ലാസ്സുകൾ നമുക്ക് അതിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എക്സാം പറഞ്ഞു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ അറ്റ് എ ടൈം ഒരു ക്വസ്റ്റ്യൻ മാത്രമേ നമുക്ക് ഒരു സ്ക്രീനിൽ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യണം, എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഒരു പേപ്പർ പെൻ ടെസ്റ്റ് എന്നുള്ള രീതിയിലല്ല നമ്മൾ എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആപ്പില് നമ്മൾ ആ രീതിയിലുള്ള ഒരു പാറ്റേണിലാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികൾക്ക് അത് ടൈമറൊക്കെ വെച്ച് ടൈം മാനേജ് ചെയ്യാൻ പറ്റും. ടൈം മാനേജ്മെന്റും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പൊ നമ്മുടെ ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകളുടെ ഡീറ്റെയിൽസ് കൂടുതൽ ഇനി ഒരുപാട് കാര്യം നിങ്ങൾക്ക് അറിയാനുണ്ടാവും. ജസ്റ്റ് നമുക്ക് ഓൺലൈനിന്റെ കാര്യം കൂടെ ഒന്ന് പറയാം. ഓക്കെ, ഓൺലൈൻ ബാച്ചിൽ നമുക്ക് വരുന്നത് ആപ്പ് സപ്പോർട്ട് ആണ് ഉണ്ടാവുക. ആപ്പ് ത്രൂ ആണ് നമുക്ക് ക്ലാസ് വരിക. അതിൽ ഡെയിലി റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അതുപോലെ ഡെയിലി നമുക്ക് ലൈവ് ക്ലാസ്സുകളും അവൈലബിൾ ആയിരിക്കും. എങ്ങനെയാണോ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ് കൊണ്ടുപോകുന്നത് അതേ ഒരു ഇന്റൻസീവ് ആയ രീതിയിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ്സും കൊണ്ടുപോവാ. മെന്റർഷിപ്പ് സപ്പോർട്ട് ഡെയിലി നമുക്ക് ഉണ്ടായിരിക്കും. മാർക്കൊക്കെ കുറവാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യും, കാര്യങ്ങളൊക്കെ ചെയ്യും. അതുപോലെ ഡെയിലി എക്സാമുകൾ ഉണ്ടായിരിക്കും. മോക്ക് ടെസ്റ്റ് സീരീസുകളൊക്കെ നമ്മൾ ഓഫ്ലൈനിലും ഓൺലൈനിലും ഒരുപോലെ
അവൈലബിൾ ആയിരിക്കും. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ കേരളത്തിൽ തന്നെ ഇത്തരത്തിലൊരു കോൺസെപ്റ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസിന് മാത്രമായിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു സ്ഥാപനം എന്ന രൂപത്തിൽ അപ്രോക്സിമ ഒരുപാട് വർഷമായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് നല്ല വിദ്യാർത്ഥികളെ നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നേടിയെടുക്കാനും നല്ല റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം നിങ്ങളായിരിക്കാം ഒരു പക്ഷേ ഈ എൻട്രൻസുകളിലൂടെ തന്നെ ക്രാക്ക് ചെയ്ത് നമ്മളുടെ ഒക്കെ അഭിമാനമാകാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും നല്ല സ്ഥാപനങ്ങളിൽ ഏറ്റവും നല്ല റാങ്കിങ് ഉള്ള റെപ്യൂട്ടേഷൻ ഉള്ള സ്ഥാപനങ്ങളിൽ പഠിക്കാനുള്ള ഒരു നല്ല അവസരമായിട്ട് CUET കാണാൻ പറ്റും. അപ്പോൾ ഈ എക്സാമിന്റെ പ്രത്യേകത ഇതിപ്പോ സയൻസുകാർക്ക് മാത്രമല്ല, അല്ലെങ്കിൽ അങ്ങനെ പൊതുവെ പറയാറുണ്ടല്ലോ കൊമേഴ്സുകാർക്ക്, അങ്ങനെ എല്ലാവർക്കും ഒരുപോലെ അവർക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു എക്സാം ആണ്. അവരുടെ കരിയറിനെ അവരുടെ എഡ്യൂക്കേഷൻ മേഖലയിലൊക്കെ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല എക്സാം ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ വരാം. സോ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാവർക്കും നല്ലൊരു എക്സാം എഴുതാൻ കഴിയട്ടെ, അതുപോലെ നിങ്ങളെ ബോർഡ് എക്സാം നല്ല രീതിയിൽ എഴുതാൻ കഴിയട്ടെ, CUTയും അതുപോലെ നല്ല രീതിയിൽ എഴുതി നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ പ്ലേസ്ഡ് ആവാൻ കഴിയട്ടെ എന്ന് നിങ്ങൾ ആശംസിക്കാം. ഓക്കെ, താങ്ക് യു.